പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണ്ടിക്കോട്ട മതിലിൻ്റെ നിർമ്മാണ രഹസ്യവും ഘടനയെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ സഞ്ചാരി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്ര ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോയും ഗവേഷണവും നടത്തിയിട്ടുള്ളത്. അതിനാൽ ഇതിലെ വിവരങ്ങൾ ശേഖരിക്കുന്നവർ ചെറിയ ഒരു സഹായം എന്ന നിലയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ യാത്രകളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിലെ വീഡിയോകൾ, ഫോട്ടോകൾ എല്ലാം പഠന ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗപ്പെടുത്തുക. വളരെയേറെ സമയം എടുത്താണ് ഞാൻ ഇത് പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനാൽ എല്ലാവരും സഹകരിക്കുമല്ലോ. ചാലൂക്യ രാജവംശത്തിനു വേണ്ടി കാകരാജാവ് കോട്ടയ്ക്ക് അടിത്തറ പാകുകയും തൻ്റെ വാസ്തുശില്പികളായ ഗുരികണ്ഠിലുവിനോടും ഐകണ്ഠിലുവിനോടും കോട്ടയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു. രാമബാണമ്മു, വീരഭദ്രബാണമ്മു, മാധവ ചക്രം എന്നീ പേരുകളിൽ വിളിക്കപ്പെടുന്ന കോട്ട കൊത്തളങ്ങളും കോട്ടയ്ക്കുള്ളിൽ വേണ്ടതായ മറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതലയും അവർക്ക് നൽകി. ഏകദേശം 6 വർഷക്കാലത്തെ അധ്വാന പ്രയത്നം കൊണ്ട് കോട്ടമതിലും കോട്ടയ്ക്കുള്ളിലെ മറ്റ് കെട്ടിടങ്ങളുടെ പണികളും പൂർത്തീകരിച്ചു എന്ന് പറയപ്പെടുന്നു. വിവിധ രാജവംശങ്ങളുടെ കാലത്ത് ഗണ്ടിക്കോട്ട ഒരു പ്രധാന സൈനിക കേന്ദ്രമായി പ്രവർത്തിച്ചു. ഗണ്ടിക്കോട്ടയുടെ മതിലിന് മുകളിലേക്ക് കയറുവാൻ കോട്ട മതിലിൻ്റെ 2ാം പ്രവേശന കവാടത്തിൻ്റെ ഇരുഭാഗത്തും നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ വഴി അല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ കോട്ട മതിലിലേക്ക് കയറുവാനായിട്ട് ഇല്ല. കൊട്ടാര മതിലിൻ്റെ പ്രധാന കവാടവാതിൽ സ്ഥിതി ചെയ്യുന്ന പടിപ്പുര ഉൾപ്പെടുന്ന 4 വശവും കോട്ട മതിലിനാൽ കെട്ടിത്തിരിച്ചിട്ടുള്ള പ്രധാന മുറ്റവും കോട്ടവാതിൽ കടന്നു ചെല്ലുന്ന ഇടനാഴി ഉൾപ്പെടെ 4 വശവും കെട്ടിത്തിരിച്ചിട്ടുള്ള മറ്റൊരു മുറ്റവും ഈ കോട്ടയ്ക്ക് ഉണ്ട്. രണ്ടാമത് കാണുന്ന നടുമുറ്റത്തു നിന്നും മറ്റൊരു കവാടവും കൂടി കടന്നു കഴിഞ്ഞാൽ ആണ് ഗണ്ടിക്കോട്ട ഗ്രാമത്തിലേക്കും കൊട്ടാരത്തിലേക്കും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ 2ാമത്തെ പ്രവേശന കവാടത്തിന് വാതിലുകൾ ഇല്ല. ഈ കവാടത്തിൻ്റെ പുറം ഭാഗത്ത് ഇരുവശങ്ങളിലുമായി കോട്ട മതിലിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്റ്റെപ്പുകൾ ഉണ്ട്. പ്രതിരോധത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചതുരാകൃതിയിലുള്ള ഇത്തരം മുറ്റങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതായത് പ്രധാന കോട്ടവാതിലിനു സമീപം എത്തുന്ന ശത്രുക്കളെ വകവരുത്തുവാനായി അവർ മുറ്റത്തേക്ക് പ്രവേശിച്ച പ്രധാന വഴി ബ്ലോക്ക് ചെയ്താൽ സാധിക്കും. രക്ഷപ്പെടുവാൻ ഒട്ടും സാധിക്കില്ല. കാരണം 4 വശവും മതിൽക്കെട്ടാണ് ഉള്ളത്. മാത്രവുമല്ല, മതിലിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ആൾമറയിൽ നിന്നുകൊണ്ട് ആൾമറ ദ്വാരങ്ങൾ വഴി അമ്പെയ്യുകയോ പീരങ്കി വെടി ഉതിർക്കുകയോ കുന്തം എറിയുകയോ ചെയ്യാം. താഴെ നിൽക്കുന്ന ശത്രുക്കൾ എന്തു തന്നെ ചെയ്താലും മതിലിനു മുകളിൽ നിൽക്കുന്ന പ്രതിരോധ സൈന്യത്തെ അത് ബാധിക്കുകയില്ല. ആൾമറയുടെ ഉയരം തന്നെ പുറംഭാഗത്ത് 5 അടിയും ഉൾഭാഗത്ത് 4 അടിയും ഉയരം ഉണ്ട്. ഇനി ശത്രുക്കൾ വാതിൽ പൊളിച്ച് അകത്ത് കയറി എന്ന് തന്നെ ഇരിക്കട്ടെ. കുതിരപ്പടയാളികളും ആനപ്പടയാളികളും വേഗത്തിൽ മുന്നോട്ട് കുതിക്കുക പ്രയാസമാണ്. കാരണം കോട്ടവാതിലിൻ്റെ പുറം ഭിത്തിയിൽ ഇരുമ്പിൻ്റെ വലിയ ഒരു റാഡ് ഇടുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അവ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ചുമരിൽ ഹോളുകളും നിർമ്മിച്ചിട്ടുണ്ട്. തടസ്സം ഉണ്ടാകുന്ന ഇരുമ്പ് റാഡിൽ തട്ടി ശത്രുക്കൾ നിലത്തു വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പ്രതിരോധവും മറികടന്നുകൊണ്ട് 2ാമത്തെ മുറ്റത്ത് എത്തിയാൽ തന്നെയും 2ാമത്തെ കവാടത്തിൽ വെച്ച് ശക്തമായ പ്രതിരോധം തീർക്കുവാൻ കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് തിരിഞ്ഞോടുക പ്രയാസം തന്നെയാണ്. കാരണം ഇവിടെയും 4 വശവും ചുറ്റപ്പെട്ട മതിലും മതിലുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ കോട്ടയ്ക്ക് പുറത്തോ അകത്തോ കിടങ്ങുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന കോട്ടയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള കോട്ടമതിൽ കുന്നിൻ മുകളിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൊട്ടാരവും അമ്പലങ്ങളും നിൽക്കുന്നത് മറ്റൊരു കുന്ന് രൂപാന്തരം വരുത്തിയ സമതല ഭാഗത്തും ആണ്. രണ്ട് കുന്നുകളുടെ താഴ്വരകൾക്ക് ഇടയിൽ നിന്നും കല്ല് വെട്ടിയെടുത്ത് പെന്നാർ നദിയിലേക്ക് കൈവഴി ഉണ്ടാക്കിയിട്ടുള്ളതിനാൽ കോട്ടയുടെ പിൻഭാഗത്തുള്ള മതിൽ കടന്നുവരുന്ന ശത്രുക്കൾ നിർമ്മിത നദിയിലേക്ക് വീണ് അപകടം സംഭവിക്കും. കോട്ടമതിലിന്റെ പിൻഭാഗം നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് കൂടുതലായി കരയെ തന്നെ ആശ്രയിക്കേണ്ടതായി വരും. ഭൂപ്രകൃതിയുടെ കിടപ്പ് കൂടുതൽ സുരക്ഷിതത്വം നൽകുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടു തന്നെയാകണം ഇവിടെ കോട്ട നിർമ്മിച്ചിട്ടുണ്ടാവുക. ഉച്ച സമയത്താണ് ഞാൻ കോട്ടമതിലിന് മുകളിലേക്ക് കയറുന്നത്. അതിഗംഭീരമായ വെയിലാണ്. സമയം ഇല്ലാത്തതുകൊണ്ട് വിശ്രമിക്കുവാനൊന്നും ഞാൻ നിന്നില്ല. ഈ മതിലിന് മുകളിൽ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന സൈനികരുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അത്രമാത്രം ചൂടായിരുന്നു മതിലിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്നത്. കോട്ടയുടെ പ്രധാന കവാടത്തിലെ 2 മുറ്റങ്ങൾക്ക് മുകളിൽ മാത്രമാണ് 2 നിരയിൽ ഉള്ള ആൾമറകൾ ഉള്ളത്. എല്ലാ ആൾമറകളിലും അമ്പ് എയ്യുവാനും കുന്തം എറിയുവാനും വെടിവെക്കുവാനും സാധിക്കുന്ന തരത്തിൽ ദ്വാരങ്ങൾ അഥവാ ഹോളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അക്കാലത്ത് തോക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ തന്നെയും തോക്കുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവ ഉപയോഗിക്കുവാനുള്ള സംവിധാനങ്ങൾ കൂടി ഈ ആൾമറ ദ്വാരങ്ങളിൽ നിർമ്മിച്ചിട്ട് ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ പീരങ്കി വെക്കാനുള്ള തറകളും നിർമ്മിച്ചിട്ടുണ്ട്. ആയുധ പ്രയോഗത്തിനായി ആൾമറകളിൽ നിർമ്മിച്ചിട്ടുള്ള ദ്വാരങ്ങൾ എല്ലാം തന്നെയും നടുമുറ്റത്ത് നിൽക്കുന്നവരെ ലക്ഷ്യമിടുവാൻ പാകത്തിൽ ചെരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം ആൾമറകളുടെ നിർമ്മാണത്തിന് ചുട്ടെടുത്ത ഇഷ്ടിക കട്ടകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രകൃതിദത്തമായ കുമ്മായ കൂട്ടുകൊണ്ടാണ് ഇഷ്ടികകൾ പരസ്പരം ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. ആൾമറയിൽ ചെരിച്ചു നിർമ്മിച്ച ദ്വാരങ്ങൾ വഴി അമ്പെയ്യുകയോ കുന്തമെറിഞ്ഞോ ശത്രുക്കളെ വീഴ്ത്താം. എങ്കിലും അതിനൊരു പരിധി ഉണ്ട്. കാരണം ചിതറി ഓടുന്ന ശത്രുക്കൾ മതിലിനോട് ചേർന്നു നിന്നാൽ നേരിട്ട് പരിക്കേൽക്കുവാൻ സാധ്യത കുറവാണ്. ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ആൾമറ നിശ്ചിത അകലത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം ആൾമറയുടെ നിർമ്മാണത്തിൽ പടയാളി നിൽക്കുന്ന ഭാഗത്ത് കരിങ്കൽ കാലുകൾ വിലങ്ങനയിട്ട് അതിൻ്റെ ഒരു ഭാഗം മതിൽക്കെട്ടിനകത്ത് ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ശേഷം അർദ്ധവൃത്താകൃതിയിൽ ഒരാൾക്ക് നിൽക്കുവാനുള്ള ഉയരത്തിൽ ഇഷ്ടിക കെട്ടി ഉയർത്തിയിട്ടും ഉണ്ട്. ചുറ്റും ദ്വാരങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ കയറുന്ന പടയാളിയുടെ ഡ്യൂട്ടി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ശത്രുക്കളെ പടയാളി നിൽക്കുന്ന കരിങ്കൽ പ്ലാറ്റ്ഫോം വിടവിലൂടെ താഴോട്ട് അമ്പെയ്യുക എന്നതാണ്. വളരെ ബുദ്ധിപരമായ എഞ്ചിനീയറിംഗ് മികവാണ് ഈ ആൾമറ നിർമ്മാണത്തിലൂടെ വെളിപ്പെടുന്നത്. ശത്രു ഒരു വിധത്തിലും രക്ഷപ്പെടരുത് എന്നതാണ് പ്രതിരോധ ആൾമറ നിർമ്മാണത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാന തത്വം. പ്രതിരോധ സേനക്കാർക്ക് മതിലിനു മുകളിൽ ഉല്ലാത്തുന്നതിനും ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിനുമായി 2 അടി വീതിയിൽ ഉള്ള നടപ്പാത പുറം മതിലിൽ നിർമ്മിച്ചിട്ടുള്ള ആൾമറയുടെ പുറകിലും നടുമുറ്റത്തിന് നേരെ മുകളിലായി വരുന്ന ആൾമറയുടെ പുറകിൽ 4 അടി വീതിയിലുള്ള നടപ്പാതയും സജ്ജീകരിച്ചിട്ടുണ്ട്. നടപ്പാത മൊത്തം കല്ല് പാകിയിട്ടുള്ളതാണ്. ഇവിടെ നടക്കുമ്പോൾ പരിചയം ഇല്ലാത്ത ആളുകൾ അല്പം സൂക്ഷിക്കേണ്ടത് ഉണ്ട്. കാരണം നടപ്പാതയിൽ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞതും ഇടിഞ്ഞു താഴുന്നതുമായ ഭാഗങ്ങൾ നമ്മൾ
നമ്മൾ കണ്ടേക്കാം. ഇവിടെയുള്ള ഗ്രാമീണർ ആടിനെ തീറ്റിക്കുവാനായി കോട്ടമതിലിനെ മുകളിലേക്ക് കൊണ്ടുവരിക പതിവാണ്. ഇടിനുവെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗത്ത് നല്ല പച്ചപ്പുല്ലുകൾ വളർന്ന് നിൽപ്പുണ്ട്. അവ തീറ്റിക്കുവാനാണ് ആടിനെ കോട്ടമതിലിലേക്ക് തെളിച്ച് വിടുന്നത്. പുറം മതിലിന്റെ ആൽമറയിലെ നടപ്പാതയിലോട്ട് കയറുവാനായി ഞാൻ പുല്ല് വളർന്നു നിൽക്കുന്നതും ഇടിനുവെന്ന് തോന്നിപ്പിക്കുന്നതുമായ ആ കുഴിയിലേട്ട് ചാടിയതേ ഓർമ്മയുണ്ടായുള്ളൂ. അത് ഒരു രഹസ്യ തുരങ്കം ആയിരുന്നു താഴോട്ട് ഉള്ളത്. ചെരിച്ച് നിർമ്മിച്ചതിനാൽ കൂടുതൽ അപകടമൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രം. താഴെ എത്തിയപ്പോഴാണ് വിവരം മനസ്സിലായത്. മതിലിന് മുകളിൽ ഇത്തരത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ രഹസ്യ തുരങ്കം ആണെന്ന്. ഇത്തരത്തിൽ 5ഓളം രഹസ്യ തുരങ്കങ്ങൾ ഞാൻ കയറിയ ഭാഗത്തെ മതിലിൽ കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഈ രഹസ്യ തുരങ്കം നടുമുറ്റത്ത് നിന്നോ ആളുകൾക്ക് കാണുവാൻ സാധിക്കുന്ന മതിലിന്റെ ഉൾഭാഗത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ കാണുവാൻ സാധിക്കുകയില്ല എന്നതാണ് മറ്റൊരു വിസ്മയം. ഈ തുരങ്കത്തിന്റെ പ്രവേശന ദ്വാരങ്ങൾ മതിലിന്റെ ഉൾഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ഔട്ടർ ഇടനാഴിയിലാണ് എത്തുക. എന്നാൽ ഈ ഇടനാഴി വളരെ വിശാലവും ആണ്. ഈ ഭാഗത്ത് ഭൂമിയിൽ ഉപയോഗശൂന്യമായ ഒരു കിണർ പോലുള്ള ഒരു ഗുഹാമുഖം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇത് ആയുധപ്പുര വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന രഹസ്യ തുരങ്കം ആണ്. ഈ രഹസ്യ തുരങ്കത്തിലൂടെ തന്നെ മറ്റൊരു കൈവഴിയും നിർമ്മിച്ചിട്ടുണ്ട്. അത് കോട്ടയ്ക്കുള്ളിലെ ചാർമിനാറിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു. യുദ്ധത്തിൽ പരിക്കുപറ്റിയ സൈനികരെ യുദ്ധമുഖത്തു നിന്നും നീക്കം ചെയ്തിരുന്നത് ഈ തുരങ്കം വഴിയായിരുന്നു. പൂർവികരുടെ ബുദ്ധി വൈഭവം എത്ര മഹത്തരം ആണ്. താഴെ എത്തിയ ഞാൻ വീണ്ടും മതിലിനെ പുറകിലുള്ള സ്റ്റെപ്പുകൾ വഴി കയറിയാണ് മുകളിൽ എത്തിയത്. തുരങ്കത്തിലൂടെ തിരിച്ചു കയറുക വളരെ പ്രയാസമാണ്. മൊത്തം കാട് പിടിച്ച പുല്ലുകളാണ്. ഇഴജന്തുക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പെട്ടെന്ന് ചവിട്ടിയപ്പോൾ താഴേക്ക് എത്തിയതാണ്. പിന്നെ അതുവഴി കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനസികമായി കുറച്ച് പേടിയുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇതുപോലെ തന്നെ ഒരു 5ഓളം തുരങ്കങ്ങൾ കാണുകയും ചെയ്തു. അവയെല്ലാം പുല്ല് വളർന്നു നിൽക്കുന്നതിനാൽ അതുവഴി കയറുക അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ ഇടനാഴിയിൽ നിന്നും തിരിച്ച് നടക്കുക. അത് കുറച്ച് ദൂരം നടന്നാൽ മാത്രമാണ് മതിലിൻ്റെ അവിടേക്ക് എത്തുള്ളൂ. ഞാൻ വീണ്ടും അതുവഴി നടന്ന് തിരിച്ച് മതിലിൻ്റെ സ്റ്റെപ്പ് വഴിയാണ് വീണ്ടും മുകളിലേക്ക് കയറിയത്. വളരെ സാഹസികമായ ഒരു അനുഭവം ആയിരുന്നു തുരങ്കത്തിലൂടെ താഴോട്ടുള്ള വീഴ്ച. മതിലിനു മുകളിൽ ഡ്യൂട്ടിയിലുള്ള സൈനികർക്ക് ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നത് ഇത്തരം രഹസ്യ തുരങ്കങ്ങൾ വഴിയായിരുന്നു. കോട്ടമതിലിനു മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ചുറ്റുമുള്ള കൃഷിയിടങ്ങൾ, കുന്നുകൾ, അതുപോലെ കോട്ടയുടെ പുറത്തായുള്ള കാവൽ കോട്ടകൾ, കോട്ട മുറ്റത്തിനോട് ചേർന്നുള്ള നിരീക്ഷണ ഗോപുരം, ഡ്രം ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് കോട്ടയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ച് കോട്ടയ്ക്കകത്ത് വരുമ്പോഴും ജനങ്ങളെ അറിയിക്കുവാനായി മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു ഡ്രംസിൽ പ്രത്യേക താളം അടിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ യുദ്ധം സമയത്ത് കാഹളം മുഴക്കിയിരുന്നതും ഡ്രം ഹൗസിൽ വെച്ച് തന്നെയായിരുന്നു. ചാർമിനാർ, അമ്പലങ്ങൾ, തകർന്നു കിടക്കുന്ന രാജകൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ, തകർന്നു കിടക്കുന്ന ആയുധപ്പുര, തകർന്നുപോയ ജലസംഭരണി, ജയിൽ, മുസ്ലിം പള്ളി, മതിലിനു മുകളിലെ ഇടനാഴികൾ, നോക്കെത്താ ദൂരത്തിൽ ചിതറിക്കിടക്കുന്ന ചരിത്ര സ്മാരകങ്ങളുടെ തിരുശേഷിപ്പുകൾ, അങ്ങനെ നമ്മുടെ ഉള്ളിലെ ചരിത്രബോധത്തെ ഉണർത്തുന്നതായ ഒത്തിരി കാഴ്ചകൾ കോട്ട മതിലിനു മുകളിൽ നിന്നാൽ കാണുവാൻ കഴിയുന്നതാണ്. ആൾമറയ്ക്ക് സംഭവിച്ചിട്ടുള്ള കേടുപാടുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നിരവധി യുദ്ധങ്ങളെ ഈ കോട്ട അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പല ആൾമറകളും പീരങ്കി ഷെല്ലുകൊണ്ട് തകർന്നു പോയിട്ടുണ്ട്. മുസ്ലിം ഭരണാധികാരികളുടെ കാലത്ത് വ്യാപകമായ സാമ്രാജ്യ വികസനത്തിനായുള്ള പടയോട്ടത്തിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് പീരങ്കികൾ ആണ്.
അത്തരം പീരങ്കികളുടെ ഷെല്ലുകൾ ഈ കോട്ടയിലും ഏറ്റിട്ടുണ്ട്. നിരവധി യുദ്ധങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും സാക്ഷിയായ ഗണ്ടിക്കോട്ട 1800കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കുന്നതോടെ ഗണ്ടിക്കോട്ടയുടെ പ്രതാപം അസ്തമിച്ചു. തുടർന്ന് 1947 വരെയും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഗണ്ടിക്കോട്ട. ഇത്രയും ആണ് ഗണ്ടിക്കോട്ട മതിലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ ഗണ്ടിക്കോട്ടയിൽ കാണാൻ കഴിയുന്ന മനോഹരമായ നിർമ്മിതികളെ കുറിച്ചാണ് നാം മനസ്സിലാക്കുക. എല്ലാവരും തുടർന്നുള്ള വീഡിയോകൾ കൂടി കാണുക. ഒപ്പം തന്നെ സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുക. നന്ദി.